തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ പ്രതീക്ഷിച്ച രീതിയിൽ സജീവമാകാത്തത് സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തുകയാണ്. നിലവിലെ അന്തരീക്ഷ സാഹചര്യങ്ങൾ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് അനുകൂലമായി മാറിയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. മഴ വൈകുന്നത് കൃഷിയുടെ കലണ്ടർ തന്നെ തെറ്റിക്കാനുള്ള സാധ്യത ഉയർത്തുന്നുവെന്നാണ് കർഷകരുടെ ആശങ്ക. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സാധാരണയായി ജൂൺ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലോ അതിനു തൊട്ടുമുമ്പോ കേരളത്തിലെത്തുന്നതാണ് പതിവ്. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച രീതിയിൽ കാലവർഷം സജീവമാകാത്തത് സംസ്ഥാനത്ത് വലിയ തരത്തിലാണ് ആശങ്ക ഉയർത്തുന്നത്, പ്രത്യേകിച്ച് കർഷകരിൽ. കാലവർഷത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നൽകിയ ആദ്യഘട്ട സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ അന്തരീക്ഷ സാഹചര്യങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് അനുകൂലമായി മാറിയിട്ടില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട വേനൽമഴ ലഭിച്ചിട്ടുണ്ടെങ്കിലും കാലവർഷം എത്തുന്നതിനു മുന്നോടിയായുള്ള വ്യാപകമായ മഴമേഘ രൂപീകരണവും തുടർച്ചയായ മഴയും ഇനിയും പ്രകടമായിട്ടില്ലെന്നാണ് IMD വ്യക്തമാക്കുന്നത്. ഇതോടെ ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥ തന്നെയാണ് കേരളത്തിലുടനീളം അനുഭവപ്പെടുന്നത്. മഴയുണ്ടെങ്കിലും ആ ചൂടിന് കുറവില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സാധ്യതകളാണ് ഇപ്പോൾ കാലവർഷം നേരത്തെ എത്തുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സമുദ്ര അന്തരീക്ഷ ഘടകങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കാരണം ഇപ്പോൾ കേരള തീരത്തേക്ക് സജീവമായി മഴ എത്തുന്നത് വൈകുന്നുവെന്നാണ് പറയുന്നത്. മാത്രമല്ല, മൺസൂൺ കാറ്റിന്റെ ശക്തി സ്ഥിരത കൈവരിക്കാത്തതും മേഘരൂപീകരണത്തിലെ കുറവും മഴയുടെ പുരോഗതിയെ ബാധിക്കുന്ന ഘടകങ്ങളാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉപരിതല താപനിലയിലെ വ്യതിയാനങ്ങളും മൺസൂൺ സിസ്റ്റത്തിന്റെ നീക്കത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ 2026 തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം ജൂൺ 4 എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്നും വിശകലനങ്ങളുണ്ട്. അതേസമയം കാലവർഷം വൈകുന്നത് കേരളത്തിലെ കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പ്രത്യേകിച്ച് നെൽകൃഷി, പച്ചക്കറി കൃഷി, കാപ്പി, കുരുമുളക് തുടങ്ങിയ മേഖലകളിൽ വിത്തിറക്കലും നട്ടുപിടിപ്പിക്കലും മഴയെ ആശ്രയിച്ചാണ് നടക്കാറുള്ളത്. മഴ വൈകുന്നത് കൃഷിയുടെ കലണ്ടർ തന്നെ തെറ്റിക്കാനുള്ള സാധ്യത ഉയർത്തുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. ജലസേചന സൗകര്യങ്ങൾ പരിമിതമായ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാതിരിക്കുന്നത് മണ്ണിലെ ഈർപ്പം കുറയുകയും ചെയ്യും. ഇത് കർഷകർക്കേറെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് വയനാട്, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം തുടങ്ങിയ കാർഷിക ജില്ലകളിൽ മഴ ലഭ്യത കുറഞ്ഞാൽ വലിയ തോതിൽ നെല്ലുൽപാദനത്തിനെ അത് ബാധിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.